വലിയ ഭാഗ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്നത്. കാരണം ഇങ്ങനൊരു ചടങ്ങ് ഇന്ന് ഉണ്ടാവുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീ വി.ഡി. സതീശൻ, മുത്തൂറ്റ് ക്യാപിറ്റൽ ഗ്രൂപ്പിൻ്റെ CEO പ്രിയപ്പെട്ട ശ്രീ മാത്യൂസ്, നമുക്ക് ഈ ഭൂമി അനുവദിച്ച് നൽകിയ പച്ചാളം നിവാസിയായിട്ടുള്ള ആൻ്റണി ചേട്ടൻ്റെ ഭാര്യ മാഗി ആൻ്റണി, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷാരോൺ പനക്കൽ, ശ്രീ റെജി, സ്നേഹം നിറഞ്ഞ ശ്രീ ജമാൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ അംഗങ്ങൾ, കൊച്ചി നഗരസഭയുടെ മുനിസിപ്പൽ കൗൺസിലർ മിന്ന അടക്കമുള്ള സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ദീർഘമായൊരു പ്രസംഗവും നടത്തുന്നില്ല. പച്ചാളം മേൽപ്പാലം ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആൻ്റണി ചേട്ടൻ ഞാനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ നിരന്തരമായി എന്നെ ഫോണിൽ വിളിച്ച് എറണാകുളത്തിൻ്റെ പല വികസന വിഷയങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നോട് പച്ചാളത്തിൽ 2-3 വീടുകൾ പണിതതിന് ശേഷം എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം നിങ്ങളുടെ പദ്ധതിക്ക് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നിരന്തരമായി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം ഈ സ്ഥലം എനിക്ക് തരണം, എൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. ഞാൻ 2-3 തവണ അദ്ദേഹത്തെ സന്ദർശിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങളുണ്ടായിരുന്നു. സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന് അത് വാങ്ങുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നത്. ഇപ്പോൾ 2 വർഷം ആകാറായി നമുക്ക് ഈ ഭൂമി നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ട്. പക്ഷേ ഒരുപാട് പേര് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾ നമ്മൾക്ക് അപേക്ഷ നൽകാറുണ്ട്. അപ്പോൾ 1-ാം ചരമവാർഷികത്തിൽ മാഗി ചേച്ചി എന്നോട് ചോദിച്ചു, എന്തായി ചോദിച്ചു. ഞാൻ ഉത്തരവൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, 4 വീടുകൾ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, പക്ഷേ 10 ഭൂമിയില്ലാത്ത ആളുകൾക്ക് വീട് കിട്ടുന്ന സ്പോൺസർമാരെയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ഒരിക്കൽ സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 50-50 നമുക്ക് ചെയ്യാം, ഞാൻ പകുതി പൈസ സംഘടിപ്പിച്ച് തരാം, പകുതി പൈസ ഹൈബി കണ്ടെത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികവശാലാണ് ഒരു വീടിൻ്റെ നിർമ്മാണം തുടങ്ങാൻ ഇരിക്കുമ്പോഴാണ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോർജിനെ അദ്ദേഹത്തെ ഒരു മരണ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ, ചെല്ലാനത്ത് അദ്ദേഹം 40ഓളം വീടുകളാണ് കടൽ കയറുന്ന ചെല്ലാനത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വെച്ച് നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് അതിന് സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിമിതികളും അദ്ദേഹത്തിന് ഒരുപാട് അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ എത്താൻ. പക്ഷേ ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ ഇവിടെ എത്തണം, കാരണം ഞങ്ങൾ 1-ാം തീയതി ഒരു വീടിന് ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ഷാരോൺ പറഞ്ഞു, ഇനി വൈകിച്ച് കഴിഞ്ഞാൽ മാഗി ആൻ്റിയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ CRZ ക്ലിയറൻസ്, പഞ്ചായത്തിൽ നിന്നുള്ള അനുമതികൾ ഇതെല്ലാം വാങ്ങി ഇവിടെ ഇത് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡൻ്റെയും ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വന്നിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ മുത്തൂറ്റ് ഇവിടെ 10 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആൻറ്റി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് മക്കളുടെ കൂടെ. അപ്പോൾ അതിനു മുൻപ് ഈ ചടങ്ങ് നടത്താൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട്, ഈ നാട്ടുകാർ, ഞങ്ങൾ വളരെ ലളിതമായൊരു ചടങ്ങാണ്, പക്ഷേ ജമാലിക്കയും റൈച്ചേട്ടനും പറഞ്ഞു പറ്റില്ല, ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടിയായിരിക്കണം. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ സഹകരിച്ചു. ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ, ഭൂമി വീടും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഏതായാലും പരമാവധി ആളുകളെ സഹായിക്കണം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. 1,05,00,000 രൂപയാണ് തൂറ്റ് ഇതിനുവേണ്ടി സ്പോൺസർ ചെയ്യുന്നത്. അതിന് 2 കൂട്ടരോടും, ബഹുമാനപ്പെട്ട പരേതനായ ആൻ്റണി ചേട്ടൻ്റെ കുടുംബത്തോടും ശ്രീ മുത്തൂറ്റ് ക്യാപിറ്റൽ ഗ്രൂപ്പിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി, ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പുനർജനി പദ്ധതിയിലൂടെ 300-ലധികം വീടുകൾ ഇപ്പോൾ തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ ഔപചാരികമായ സമർപ്പണം നടത്തുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാലത്ത് ആരാണ് 9.5 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വീട് വയ്ക്കാൻ വേണ്ടി? അത് വലിയൊരു മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ആ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആൻ്റണി ചേട്ടൻ്റെ
ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായി ആദരവുകൾ അർപ്പിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ച് നിർബന്ധിച്ച്, ഹൈബ് പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വിളിച്ച് നിർബന്ധിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഏറ്റെടുത്ത് വീട് വെച്ച് കൊടുക്കണം. ഇത്ര വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഈ സ്ഥലം നൽകിയ ആ മനുഷ്യൻ്റെ കുടുംബത്തിലാണ് നിങ്ങളെല്ലാവരും എന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനവും തീർച്ചയായും ദൈവാനുഗ്രഹവും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ഒരു കാര്യം കിട്ടുമ്പോൾ എന്നോട് ഹൈബി പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ 50-50 എന്ന് പറഞ്ഞൊരു ഓഫർ വെച്ചിരുന്നു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിലും അത് ഹൈബി തന്നെ മുത്തൂറ്റ് ജോർജ് എന്നൊക്കെ സംസാരിച്ച് ഇത്രയും വലിയൊരു തുക 1 കോടിയോളം രൂപ ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി 10 കുടുംബങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന നമുക്ക് പിന്നെയും പറ്റും. പക്ഷെ സ്ഥലവും ഇല്ല, വീടും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്സഹായരായി പോകും. നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥലമില്ല, വീടുമില്ല, ഒന്നുമില്ലാത്ത ആളുകൾ മുമ്പിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ അതിൽ 10 പേർക്കാണ് ഇവിടെ വീട് കിട്ടുന്നത്. ഈ ധന്യമായ മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. മുത്തൂറ്റ് ഗ്രൂപ്പിനോടുള്ള, അപ്പച്ചൻ ഗ്രൂപ്പിനോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ, കാരണം അവരും പുനർജനി പദ്ധതിയിൽ നമുക്ക് വീടുകൾ തന്നിരുന്നു. ആ വീടുകളൊക്കെ വളരെ കൃത്യസമയത്താണ് അവർ പൂർത്തിയാക്കിയത്. ഭംഗിയായിട്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംവിധാനം അവർക്കുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഏറ്റവും ഭംഗിയായി, ഏറ്റവും മനോഹരമായ 10 വീടുകളുടെ ഒരു സമുച്ചയം ഇവിടെ ഉണ്ടാകും. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെല്ലാം, ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും, രാഷ്ട്രീയ കക്ഷി പരിഗണനകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന ആളാണ്. ഒരു നല്ല കാര്യം വരുമ്പോൾ അതിന് കൂടെ നിൽക്കുന്ന ആളാണ്. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളിലും പൂർണ്ണമായ സഹകരണം ഈ നാടിൻ്റെ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ വാക്ക് തരുന്നു. പൈസ ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ആ വാക്ക് മാത്രമാണ് ഞാനിപ്പോൾ തരുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കുന്നതായി അറിയിക്കും.